നമസ്കാരം, എല്ലാവർക്കും വേ ടു സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനുമാണ്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് പഠിച്ചതിന് ശേഷം ഈ ക്ലാസ് കാണുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തേത് സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി രീതി. ഫിഗർ 1.6 നോക്കുക. നമുക്ക് പരിചയമുള്ള രീതിയിലല്ലേ അവിടെ റെസിസ്റ്റൻസ് R1ഉം R2ഉം കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കണക്ഷനൊക്കെ അല്ലേ. അപ്പോൾ സർക്യൂട്ടിൽ പ്രതിരോധകങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റ പാതയിലൂടെ പൂർത്തിയാക്കുന്നു. എന്താണ് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത? അവിടെ പ്രതിരോധകങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ശ്രേണി രീതി എന്ന് പറയുന്നത്. ഈ രീതിയിൽ പ്രതിരോധകങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കൂടുന്നു അല്ലേ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിൽ കൂടുതലായിരിക്കും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധകങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു. അപ്പോൾ സീരീസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യപ്പെടും. വി എന്ന് പറയുന്നത് അതായത് ഇഫക്റ്റീവ് വോൾട്ടേജ് ആണ് വി. അതെന്തായിരിക്കും? V1 + V2 ആയിരിക്കും. V = V1 + V2. നമ്മൾ ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണോ അപ്പോൾ മാക്സിമം അത്രയും വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന V1ഉം V2 ഒക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന V എന്ന് പറയുന്നത്. ഇവിടെ R1ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് V1, R2ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് V2. ഇനി കറണ്ടിൻ്റെ കേസോ, കറണ്ട് I എല്ലാ പ്രതിരോധകങ്ങളിലും ഒരുപോലെ ആയിരിക്കും. കാരണം ഇവിടെ കറണ്ടിനൊഴുകാൻ വേറെ വഴിയൊന്നുമില്ല അല്ലേ. സർക്യൂട്ടിലെ പ്രതിരോധകങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ I എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് റെസിസ്റ്റൻസ് വഴി സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് എത്തിച്ചേരുന്നത്. I എന്ന് പറയുന്ന സെയിം കറണ്ട് തന്നെയാണ്, വിഭജിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ വിഭജനം നടക്കുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? വോൾട്ടേജിനേ ഉള്ളൂ. പിന്നെ റെസിസ്റ്റൻസും വ്യത്യാസമുണ്ട്, R1ഉം R2ഉം ആണ്. വ്യത്യാസമില്ലാത്ത ആൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് കറണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യപ്പെടുന്ന വോൾട്ടേജിൻ്റെ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ എഴുതാം? V1 = IR1 എന്നും എഴുതാം, V2 = IR2 എന്നും എഴുതാം അല്ലേ. നമ്മൾ ഓംസ് ലോയിൽ നിന്നാണ് അത് എഴുതുന്നത്. അങ്ങനെ പ്രതിരോധകങ്ങളുടെ ശ്രേണി സർക്യൂട്ടിൽ ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധകങ്ങളുടെ അഗ്രങ്ങളിൽ വോൾട്ടത കൂടുതലായിരിക്കും. അതായത് R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ R1ൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിൽ നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയായിരിക്കും വോൾട്ടത കൂടുതൽ കാണിക്കുന്നത്. കാരണം V = I × R ആണെന്ന് നമുക്കറിയാം. I കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ Rൻ്റെ വാല്യൂ കൂടിയാൽ Vയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കൂടുമല്ലോ. ഓം നിയമം അനുസരിച്ച് V = I × R ആണെന്ന് നമുക്കറിയാം. ഇവിടെ R ആണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സഫല പ്രതിരോധം എന്ന് പറയും. അങ്ങനെയാണെങ്കിലേ നമുക്ക് വോൾട്ടേജിനെ I × R എന്ന് എഴുതാമല്ലോ. വിച്ച് = V1 + V2ന് പകരം IR1 + IR2 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ട് ആരാണുള്ളത്? I ഉണ്ടല്ലേ. അപ്പോൾ IR = റൈറ്റ് സൈഡിൽ കോമൺ ആയിട്ടുള്ള Iയെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് R1 + R2 ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും കോമൺ ആയിട്ടുള്ള I അങ്ങ് കട്ട് ചെയ്ത് പോകും. എന്നിട്ട് ഇക്വേഷൻ എങ്ങനെ വരും? R = R1 + R2 എന്ന് വരും. ഇതിൽ നിന്ന് എന്ത് പറയാം? ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം പ്രതിരോധകങ്ങളുടെ ആകെ തുകയായിരിക്കും. എത്ര റെസിസ്റ്റൻസുകളുണ്ടോ, R1, R2, R3, R4 എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ എല്ലാം കൂടെ സം ആയിരിക്കും സഫല പ്രതിരോധം അഥവാ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത്. ഇനി പ്രതിരോധകങ്ങളുടെ മൂല്യങ്ങൾ തുല്യമാണെങ്കിൽ മൂല്യത്തെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ സഫല പ്രതിരോധം കിട്ടും. അതായത് R1ൻ്റെയും R2ൻ്റെയും R3, R4 എത്ര എണ്ണം റെസിസ്റ്റൻസുകളുണ്ടോ അതിൻ്റെ എല്ലാം വാല്യൂ സെയിം ആണെങ്കിൽ ആ നമ്പറിനെ നമ്മൾ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് അഥവാ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടും. ഈ ഫിഗർ നോക്കുക. സീരീസ് കണക്ഷൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫിഗറിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 3 ചെറിയ അരുവികൾക്ക് കുറുകെയായിട്ട് 3 പാലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 3 പാലങ്ങളും ഓടിക്കടന്ന് വേണം കുട്ടികൾക്ക് ഇപ്പുറത്തെത്താനായിട്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിലെ ഫിഗർ നോക്കിയാൽ അവിടെ ഒരു പാലം
ഒടിഞ്ഞു പോയല്ലേ. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് ആ വഴി യൂസ് ചെയ്യാൻ പറ്റുമോ? മറ്റേ 2 പാലങ്ങളും നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും ഒരു പാലം അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് അക്കരയിൽ നിന്ന് ഇക്കരയിലോട്ട് വരാനായിട്ട് പറ്റില്ല. അതുപോലെയാണ് സീരീസ് കണക്ഷനിൽ കറണ്ടിൻ്റെ ഫ്ലോയും. എവിടെയെങ്കിലും ഒരു ബ്രേക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ കറണ്ടിന് ആ സർക്യൂട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കുമ്പോൾ സീരീസ് കണക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ബൾബ് ഫ്യൂസായി പോയി എന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു സർക്യൂട്ടിനൊരു ബ്രേക്ക് സംഭവിച്ചു എന്നിരിക്കട്ടെ, അവിടെയുള്ള മറ്റു ഉപകരണങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ സീരീസ് കണക്ഷൻ നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒന്നും ഉപയോഗിക്കാറില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പാരലൽ കണക്ഷൻ അഥവാ സമാന്തര രീതി, ആ രീതിയിൽ എങ്ങനെയാണ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഫിഗറും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. ഇവിടെ കറണ്ടാണ് വിഭജിക്കപ്പെടുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. റെസിസ്റ്റൻസുകളുടെ അഗ്രങ്ങൾ രണ്ടും ഒരേ പോയിന്റിൽ വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ വോൾട്ടിമീറ്റർ നമ്മൾ ആ സെയിം പോയിന്റിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഓരോ റെസിസ്റ്റൻസിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടത തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ വിഭജിക്കപ്പെടുന്നത് കറണ്ടാണ്. റെസിസ്റ്റൻസ് R1ഉം R2ഉം, വോൾട്ടേജ് 2 റെസിസ്റ്റൻസിനും കോൺസ്റ്റന്റ് തന്നെ. സർക്യൂട്ടിൽ പ്രതിരോധകങ്ങളെ സമാന്തരമായി ഘടിപ്പിക്കുന്നത് മൂലം കറണ്ട് ഓരോ ശാഖ വഴിയും വിഭജിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കുന്നു. സർക്യൂട്ടിലെ ആകെ കറണ്ട് ശാഖാ സർക്യൂട്ടുകളിലെ കറണ്ടുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതിനാൽ ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? I1 + I2 എന്ന് എഴുതാം. ഇവിടെ ഇപ്പോൾ 2 റെസിസ്റ്റൻസുകൾ മാത്രമാണ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമതൊരു റെസിസ്റ്റൻസും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കരുതുക. അതിനെ R3 എന്ന് വിളിക്കാം. അപ്പോൾ I എന്ന് പറയുന്ന കറണ്ട് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് ഫ്ലോ ചെയ്ത് A എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ I1, I2, I3 ആയിട്ട് കറണ്ട് വിഭജിക്കപ്പെടുന്നു. അവിടെ ടോട്ടൽ കറണ്ട് I എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? I1 + I2 + I3 എന്ന് നമ്മൾ എടുക്കണം. ഇവിടെ റെസിസ്റ്റൻസ് കൂടിയ വഴിയിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ കുറവായിരിക്കും. ഇവിടെ R ആണ് സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ഓംസ് ലോ പ്രകാരം നമുക്കറിയാം I = V/R എന്ന് നമുക്ക് എഴുതാമല്ലോ. ഇവിടെ വിഭജിക്കപ്പെടുന്നത് കറണ്ട് അല്ലേ, അതുകൊണ്ടാണ് കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ എഴുതിയത് I = V/R എന്ന്. അങ്ങനെയാണെങ്കിൽ V/R = എങ്ങനെ എഴുതാം? V/R1 + V/R2 എന്ന് എഴുതാം. ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജിനെ നമുക്ക് പുറത്തേക്ക് എഴുതാം, ഇക്വേഷൻ്റെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ V × 1/R = V × 1/R1 + 1/R2 എന്ന് വരും. ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും നമുക്ക് Vയെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1/R = 1/R1 + 1/R2 എന്ന് വരും. ഇതിന് നമുക്ക് Rനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. R = R1 R2/R1 + R2 നമുക്ക് കിട്ടും. പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് ഇവിടെ കറണ്ട് വിഭജിക്കപ്പെടുന്നത്. റെസിസ്റ്റൻസ് കൂടിയ വഴിയിലൂടെ കറണ്ടിൻ്റെ ഫ്ലോ കുറവായിരിക്കും. എങ്കിൽ നോക്കിയേ, സ്മോൾ ലെറ്റർ R പ്രതിരോധമുള്ള N പ്രതിരോധകങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം ക്യാപിറ്റൽ ലെറ്റർ R = r/N ആയിരിക്കും. ഇവിടെ സ്മോൾ n എന്നത് പ്രതിരോധകങ്ങളുടെ എണ്ണമാണ്. ഇവിടെ നോക്കുക, സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് ഒരു പ്രതിരോധകത്തിൻ്റെ മൂല്യമാണ്, ഒരു റെസിസ്റ്റൻസിൻ്റെ മൂല്യമാണ് സ്മോൾ r എന്ന് പറയുന്നത്. അങ്ങനെ എത്ര പ്രതിരോധകങ്ങളുണ്ട്? N പ്രതിരോധകങ്ങൾ ഒരു സർക്യൂട്ടിൽ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R = r/N ആയിരിക്കും. ഇവിടെ നോക്കുക, പാരലൽ കണക്ഷന് എക്സാമ്പിൾ ഫിഗറിലൂടെ തന്നിരിക്കുകയാണ്. ഒരു പുഴയ്ക്ക് കുറുകെ 3 പാലങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ കുട്ടികൾക്ക് പാലത്തിൻ്റെ മറുകരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏത് പാലം വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി അഥവാ ഒരു പാലം ഒടിഞ്ഞു പോയാൽ മറ്റ് 2 പാലങ്ങൾ അവർക്ക് പാരലായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പാരലൽ കണക്ഷൻ ആകുമ്പോൾ കറണ്ടിന് ഒഴുകാനായിട്ട് ഒരു വഴി മാത്രമായിരിക്കില്ല, വേറെ പല വഴികൾ കാണും. ഒരു വഴിക്ക് എന്തെങ്കിലും ബ്രേക്ക് സംഭവിച്ചാൽ മറ്റു വഴിയിലൂടെ കറണ്ടിന് ഫ്ലോ ചെയ്യാം. എങ്കിൽ വീടുകളിലൊക്കെ എന്ത് തരം കണക്ഷൻ ആയിരിക്കും കൊടുക്കുക എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ ഒരു കോളം കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇതിൽ സീരീസ് കണക്ഷൻ്റെയും പാരലൽ കണക്ഷൻ്റെ ഒരു ബ്രീഫ് നോട്ട്സ് ആണ്. അത് നമുക്ക് നോക്കാം. പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്. സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ശ്രേണി രീതിയിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ അതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം കറണ്ട് തന്നെ ആയിരിക്കും ഒഴുകുന്നത്. ഇനി സമാന്തര രീതിയിലായിരിക്കുമ്പോഴോ ഓരോ പ്രതിരോധകത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. ഇത് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു എന്നും പറഞ്ഞു. ഇനി സീരീസ് കണക്ഷനിൽ ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല. ഇത് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു.
സമാന്തര രീതിയിൽ പ്രതിരോധകങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ട് സെയിം തന്നെ ആയിരിക്കും. ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ നമുക്ക് സ്വിച്ചുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ സമാന്തര രീതിയിലാണെങ്കിൽ പ്രതിരോധകങ്ങളെ നമുക്ക് ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അടുത്തതാണ് കളർ കോഡ്. ഇന്ന് വിപണിയിൽ കിട്ടുന്ന കാർബൺ പ്രതിരോധകങ്ങളുടെ മൂല്യം അതിൽ നേരിട്ടോ കളർ കോഡ് മുഖേനയോ രേഖപ്പെടുത്തിയിരിക്കും. സാധാരണയായി 4 നിറങ്ങളിലുള്ള വലയങ്ങളാണ് കളർ കോഡിന് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ 2 വലയങ്ങൾ കളർ മൂല്യത്തിൻ്റെ ആദ്യ 2 അക്കങ്ങളെയും, മൂന്നാമത്തേത് പൂജ്യങ്ങളുടെ എണ്ണത്തെയും, നാലാമത്തേത് ടോളറൻസിനെ അതായത് വ്യതിയാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ളിയാണെന്നുണ്ടെങ്കിൽ ±10%, ഗോൾഡിന് ±5%, നാലാമത്തെ കളർ ഇല്ലെങ്കിൽ ±20% വ്യതിയാനം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഇവിടെ കാണിച്ചിരിക്കുന്ന റെസിസ്റ്ററിൽ 4 റിങ്ങുകളാണ് ഉള്ളത്. ആദ്യത്തേത് റെഡ്, രണ്ടാമത്തെ വയലറ്റ്, മൂന്നാമത്തേത് ഓറഞ്ച്, നാലാമത്തേത് ഒരു ഇച്ചിരി നീങ്ങിയിട്ടാണ്, ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഓറഞ്ചിനും തൊട്ടപ്പുറത്ത് സിൽവറാണ്. കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അവയ്ക്കിടയിൽ. ഇനി ആ താഴത്തെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. കുറേ കളറുകളുടെ പേരും കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമ്പരും എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് സീറോസും ഉണ്ട്. അങ്ങനെ ഒരു കോളം അവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് നോക്കിക്കോളുക. ആദ്യത്തെ 2 വലയങ്ങൾ ചുവപ്പും വയലറ്റുമാണ്. അപ്പോൾ താഴത്തെ കോളത്തിൽ റെഡിൻ്റെ നേരെയുള്ള നമ്പർ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 2 ആണ്. വയലറ്റിന് നേരെയുള്ള നമ്പർ എത്രയാണെന്ന് നോക്കുക, 7 ആണല്ലേ. 2ഉം 7ഉം ആണ് അപ്പോൾ ആദ്യത്തെ 2 അക്കങ്ങൾ വരുന്നത്. മൂന്നാമത്തത് പൂജ്യങ്ങളുടെ എണ്ണമാണ്. ആ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്ന കോളത്തിൽ മൂന്നാമത്തെ റിങ്ങിൻ്റെ കളർ ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിന് നേരെയുള്ള നമ്പർ ഓഫ് സീറോസിൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2, 7 പിന്നെ 3 പൂജ്യമാണ് നമ്മൾ ഇടേണ്ടത്. പൂജ്യങ്ങളുടെ എണ്ണമാണ് മൂന്നാമത്തെ റിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേത് റെഡ്, വയലറ്റ് പിന്നെ ഓറഞ്ച്. റെഡിൻ്റെത് 2, വയലറ്റിൻ്റെ 7 പിന്നെ ഓറഞ്ചിന് 3 പൂജ്യമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 27000 ഓം എന്നുള്ളതാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഇനി നാലാമത്തെ വെള്ളി വര അതുകൂടെ നമ്മൾ പരിഗണിക്കണം. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി ആകുമ്പോൾ ±10% ആണ് അതിൻ്റെ ടോളറൻസ് എന്ന് പറയും. അതായത് നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ നിന്ന് 10% കൂടുകയോ 10% കുറയുകയോ ചെയ്യാം ശരിക്കുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. അപ്പോൾ എങ്ങനെ എഴുതണം? 27 കിലോ ഓം, അതായത് കെ എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ. 27,000 അല്ലേ നമുക്ക് കിട്ടിയ. 1000 3 പൂജ്യത്തിന് പകരം കെ എഴുതിയാൽ മതി. അപ്പോൾ 27 കിലോ ഓം ±10% എന്നാണ് നമ്മൾ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് 3 ഇക്വേഷൻസുകളാണ് പഠിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസിനുള്ളത്. സീരീസ് കണക്ഷനിലാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 + R2 എന്ന് നമ്മൾ പഠിച്ചു. ഒരു ഇക്വേഷനും കൂടെ നമ്മളിവിടെ ഓർത്ത് വയ്ക്കുക, R = സ്മോൾ r ഇൻറ്റു സ്മോൾ ലെറ്റർ n എന്നുള്ളതും കൂടെ. പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 R2 / R1 + R2 ആണെന്നും പഠിച്ചു. അതുപോലെ തന്നെ ആറിന് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന് മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചത് സ്മോൾ r / സ്മോൾ n എന്നുള്ളതാണ്. ഈ ഇക്വേഷൻസ് 3 പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, 4 ഓം 2 ഓം പ്രതിരോധകങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി എത്ര റെസിസ്റ്റൻസുകളുണ്ട് ഇവിടെ? 4 ഓമും 2 ഓമും 2 റെസിസ്റ്റൻസുകളാണ് ശ്രേണി രീതിയിൽ, അതായത് സീരീസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സീരീസ് കണക്ഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? R = R1 + R2. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കറണ്ടാണ്. അപ്പം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R1 + R2 ചെയ്യുക. അതായത് 4 ഓം + 2 ഓം നമുക്ക് 6 ഓം എന്ന് കിട്ടും. അപ്പോൾ വോൾട്ടേജും കിട്ടി, റെസിസ്റ്റൻസും കിട്ടി. അപ്പോൾ ഇനി കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. I = V/R എന്ന് എഴുതാം. അപ്പോൾ 6/6 = 1 ആംപിയർ എന്ന് നമുക്ക് കറണ്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 12 ഓം 4 ഓം പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് തന്നെയാണ്. പക്ഷേ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? പാരലൽ കണക്ഷനാണ്. കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 വോൾട്ടും 2 റെസിസ്റ്റൻസുകളാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് പാരലായിട്ട്, 12 ഓമും 4 ഓമും. അപ്പോൾ പാരലൽ കണക്ഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. R = R1 R2 / R1 + R2 ആണ്.
വോൾട്ടേജ് 12 വോൾട്ട് എന്നറിയാം. അപ്പോൾ നമുക്ക് R1 എന്നുള്ളത് 12 ഓമുമായിട്ട് എടുക്കുക, R2 എന്നുള്ളത് 4 ഓമുമായിട്ട് എടുക്കുക. എന്നിട്ട് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 × 4/12 + 4 എന്ന് നമുക്ക് കിട്ടും. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 3 ഓം എന്ന് നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? I = Vയും കിട്ടിയിട്ടുണ്ട്, Rഉം കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ I = V/R which is equal to 12/3 4 ആംപിയർ എന്ന് നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ കിട്ടും. രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. ഞാൻ ആ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന രീതിയാണ് ഫോളോ ചെയ്തത്, കാരണം ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നത് കൊണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 ഓം വീതമുള്ള 10 പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. ഇതിന് നമ്മളൊരു സിമ്പിൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ക്യാപിറ്റൽ ലെറ്റർ R = സ്മോൾ r/n. ഇവിടെ ക്യാപിറ്റൽ R നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സഫല പ്രതിരോധം. സ്മോൾ ലെറ്റർ Rൻ്റെ വാല്യൂ 2 ഓം ആണ് കൊടുത്തിട്ടുള്ളത്. പ്രതിരോധകങ്ങൾ എത്രണ്ണമുണ്ട്? 10 എണ്ണം. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/10 ചെയ്യുക, which is equal to 1/5 which is equal to 0.2 ഓം എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്